വെൽക്കം ബാക്ക് ലവ് ഫുഡ് ട്രാവലിൻ്റെ പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ ഡിറ്റിനോടൊപ്പം 5 മച്ചന്മാർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഡിഷാണ് കുന്ത്രാണ്ടൻ ചിക്കൻ. അപ്പോൾ നമുക്ക് അതിന് പ്രിപ്പറേഷനിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ എടുത്തു. അതിലേക്ക് നമ്മൾ മുളക് പൊടി, കുറച്ച് ഉപ്പ്, മഞ്ഞപ്പൊടി, കുറച്ച് വിനീഗറും, അത് നന്നായിട്ട് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുക. അടിപൊളിയായിട്ട് മിക്സ് ചെയ്തു ഒരു അരമണിക്കൂറോളം നമുക്ക് വെക്കാം. ഇനി ഒരു ഉരുളിയിലേക്ക് ഒരു 4-5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു 7-8 സബോള അരിഞ്ഞത്, കുറച്ചുകൂടി സബോള ഇടാം. അതിലേക്ക് 4-5 പച്ചമുളക് നടു കീറിയത് എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്. എന്നിട്ട് ഇതൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് നടക്കാം. ഇപ്പം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. രണ്ട് സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 2 സ്പൂൺ എടുക്കാം കേട്ടോ. ആവശ്യത്തിന് നിങ്ങളുടെ എത്ര ക്വാണ്ടിറ്റി ആണോ അതിനനുസരിച്ചിട്ടുള്ള മസാല എടുക്കുക. നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 2.5 കിലോൻ്റെ ചിക്കനാണ്. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, എന്നിട്ടത് മൂക്കണ വരെ നന്നായിട്ട് ഇളക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയിലൊക്കെ ആ പച്ചപ്പ് മണമൊക്കെ പോയിട്ട് മസാലക്ക് അടിപൊളിയായിട്ട് വേണ്ട. അതിലേക്ക് ഒരു 3 ചെറിയ സ്പൂൺ ഗരം മസാല ഇടുക. നന്നായിട്ട് മിക്സായി, മസാല ഒക്കെ മിക്സായി അടിപൊളിയായിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 തക്കാളി അരിഞ്ഞത് ഇടാം. കുറച്ച് മല്ലിയില, ഇത് ജസ്റ്റ് ഒന്ന് വാട്ടാം. എന്നുവെച്ചാലാണ് തക്കാളി ഗ്രേവിയൊക്കെ നല്ല തിക്കാവുള്ളൂ. നന്നായിട്ട് വാടിയുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ആ തക്കാളിയൊക്കെ വെന്തുടങ്ങി നല്ല തിക്ക് ഗ്രേവിയാവും. മല്ലിയിലയും ആ സബോളയൊക്കെ. ഇപ്പം ഏകദേശം ഒന്ന് തിക്കായിട്ടുണ്ട് ഗ്രേവി. അതിലേക്ക് ചിക്കൻ ഇടാം. നേരത്തെ നമ്മൾ പറ്റി വെച്ച ചിക്കൻ
ഇടാം. നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും ചൈനീസ് ഒഴിച്ചിട്ട് ബാക്കി എന്ത് കറി ഉണ്ടാക്കുമ്പോഴും അടുപ്പിൽ വെക്കണ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ഒരു ടേസ്റ്റാണ്, വേറൊരു ലെവലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ഫുഡ് വയ്ക്കുമ്പോൾ എപ്പോഴും അടുപ്പിൽ വയ്ക്കുമ്പോഴുള്ള സ്വാദ് അടിപൊളിയാണ്. കണ്ട എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചിക്കനൊക്കെ നല്ല കറുത്ത് അടിപൊളിയായിട്ട് നല്ല ഫ്രൈ രൂപത്തിലായുണ്ട്, റോസ്റ്റ് രൂപത്തിൽ. അപ്പം നല്ല അടിപൊളി സ്മെല്ലും അടിപൊളിയാണ്. ഇനി അതിലേക്ക് നമ്മൾ മുട്ട കുത്തി പൊരിച്ചത്, ജസ്റ്റ് വെറുതെ മുട്ടയും കുറച്ച് ഉപ്പും കൂടിയിട്ട് കുത്തി പൊരിച്ചാണ്, അത് ആഡ് ചെയ്യാം. ഒരു 5 മുട്ടയുണ്ട്, അതിലേക്കൊരു 6 കാടമുട്ട ഇട്ടുണ്ട് നമ്മൾ, 6-8 കാടമുട്ട. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. അത് നന്നായിട്ട് ആ മുട്ടയിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന പോലെ നമ്മൾ നന്നായിട്ട് ഇളക്കുക. നല്ല മസാല കയറി പിടിച്ചു. ഇനി ഒരു ട്രയലിലേക്ക് മാറ്റാം. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സബോളയും തക്കാളിയും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ കുന്ത്രാണ്ടൻ ചിക്കൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 5 മച്ചാന്മാരിൽ ഒരാൾ സച്ചു ആണ്. അപ്പോൾ സച്ചുവിനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിക്കാം. സച്ചു പൊറോട്ടയും കൂട്ടി ഒരു പടപടക്കി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂട്ടോ. എങ്ങനെയുണ്ട് സച്ചു? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പുതിയ റെസിപ്പി കുന്ത്രാണ്ടൻ ചിക്കൻ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ഡിറ്റുണ്ടോ. അപ്പം 5 മച്ചാണ്.